വെന്തിട്ടുണ്ട്. നന്നായിട്ട് ആവി വന്നു, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. നെയ്ക്കട്ട് ഉണ്ടാക്കുന്നതിന് ആവശ്യമായ അരി കുതിർത്ത് പൊടിച്ചത്, 3/4 കിലോ ശർക്കര ഉരുക്കിയത്, ഒരു തേങ്ങ ചിരകിയത്, 250 ഗ്രാം ഈന്തപ്പഴം അരിഞ്ഞു വെച്ചത്, 2 ഏത്തപ്പഴം ചെറുതായി അരിഞ്ഞത്, 100 ഗ്രാം കശുവണ്ടി അരിഞ്ഞു വെച്ചത്, കുറച്ച് എള്ള്, നെയ്യ് ആവശ്യത്തിന് എത്ര ചേർത്താലും അത്രയും ടേസ്റ്റ് ആയിരിക്കും, അതുകൊണ്ട് നെയ്യുടെ അളവ് പറയുന്നില്ല. പിന്നെ ഉണക്കമുന്തിരി അതും ആവശ്യത്തിന്, ഒരു ചെറിയ മുറി തേങ്ങ കൊത്തി അരിഞ്ഞത്, പിന്നെ ഏലക്ക ജീരകം പൊടിച്ചത്. ഇത്രയും സാധനങ്ങളാണ് നെയ്ക്കട്ടിന് ആവശ്യമായ ചേരുവകൾ. ഉരുളി ഗ്യാസ് സ്റ്റൗവിലേക്ക് വയ്ക്കാം. എല്ലാം ഒന്ന് നെയ്യിൽ വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നത്. പൊരിപ്പിട്ട് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അടുത്തതായി നമ്മൾ ഇതിലേക്ക് കൊത്തി അരിഞ്ഞ് വെച്ച തേങ്ങയാണ് മൂത്തിട്ടുണ്ട്. ഇനി അടുത്തതായി ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം. നന്നായിട്ടിത് മൂത്തിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. നമുക്കിനി ഇത് കോരി മാറ്റാം. ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. തേങ്ങയാണ് വറുക്കാനിട്ട് കൊടുക്കുന്നത്. ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി കുറച്ചൊഴിച്ച് കൊടുക്കും. തേങ്ങയിലേക്ക് മധുരം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പാനിയിലും കിടന്ന് നന്നായിട്ട് വരണ്ട് വരുമ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ഏലക്ക ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പൊടി കുഴയ്ക്കുന്നതിന് വേണ്ടി ഉരുളിയിലേക്ക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് കട്ടയൊക്കെ ഉടച്ച് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ശർക്കര പാനിയാക്കി വെച്ചത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര വിളയിപ്പിച്ചിടാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പഴം നെയ്യിൽ വറുത്തത് ചേർത്ത് കൊടുക്കാൻ പോകുന്നുണ്ട്. നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഇതിലേക്ക് ഇനി ചേർത്ത് ഇളക്കി കൂട്ടി വയ്ക്കണം. ഈന്തപ്പഴം രണ്ടാമതായി ചേർക്കുന്നത് ഈന്തപ്പഴം, മുന്തിരി, നാലാമതായി തേങ്ങ വറുത്തത്, അത് അണ്ടിപ്പരിപ്പ് വറുത്തത്.
ഇതിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മാവ് ഇളക്കി കൂട്ടി 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. നെയ്ക്കട്ട ഉണ്ടാക്കുന്നതിന് ആവശ്യമുള്ള വാഴയില നല്ല വീതിയുള്ള വാഴയില വേണം. നല്ല വലിപ്പത്തിൽ കീറിയെടുത്ത് നമ്മൾ വാട്ടിയെടുക്കണം, അല്ലെങ്കിൽ മാവ് ഒഴിക്കുമ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നെയ്ക്കട്ടിന് കുഴച്ച് വെച്ച മാവ് 1 മണിക്കൂറായി. ഇനി ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അല്ല, നമ്മൾ നേരത്തെ വാട്ടി വെച്ചിരുന്ന ഇലയാണ്. അതിങ്ങനെ 2 സൈഡും ചുരുട്ടണം. ഇതുപോലെ ചുരുട്ടി ചുരുട്ടി ഒരു കുമ്പിള് പോലെ ആയി വരുമ്പോൾ ഇതിലേക്ക് മാവ് കോരി ഒഴിക്കണം. നമ്മൾ അധികം കട്ടിയിലുണ്ടാക്കാത്തത് കൊണ്ട് തന്നെ നിറയ്ക്കുന്നില്ല, പകുതിക്കാക്കി നമ്മൾ നിർത്തുകയാണ്. ഇനി ഇതിൻ്റെ ഒരു വള്ളി വെച്ച് കെട്ടണം. ചുരുട്ടി നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടണം. ഇത് തിളച്ച് വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മാവ് പുറത്തേക്ക് ചാടാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് നമ്മൾ നല്ല ടൈറ്റായിട്ട് കെട്ടുന്നത്. നമ്മൾ ഇങ്ങനെ ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. വെന്തിട്ടുണ്ട്, നന്നായിട്ട് ആവി വന്നു, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം.